ജിയോണ ജെയിംസ് എന്ന് പറയുന്ന ആളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് SFI ആണ്. ആ കുട്ടി ലോ കോളേജിൽ SFIക്കാരിയായിരുന്നു. അതിനുശേഷവും ഇത്തരത്തിലുള്ള ഇടതുപക്ഷ അനുകൂല രീതിയിലേക്കാണ് അവർ നിന്നത് എന്ന ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള സംഘടന ഞങ്ങൾ മുൻപ് ഉയർത്തി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ അത് KSUവിൻ്റെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഈ ഇത്രയും നേരം പറഞ്ഞ സംഭാഷണങ്ങളുടെ എല്ലാം ആകത്തുക. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. നിങ്ങൾ അതിൽ ആശങ്ക ഉണ്ടാകേണ്ടതേ. ഞങ്ങൾക്ക് അതില് മുഖ്യമന്ത്രി പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം അത് ക്ഷമാപൂർവ്വം കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം KSU സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് അതിലൊരു തീരുമാനം എടുക്കുന്ന ഞങ്ങൾക്കൊരു ബോധ്യം ഉണ്ടെന്നേ. നിങ്ങളിത് കാത്തിരിക്കുക, അല്ലാതെ നിങ്ങൾ ആരോപണം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് അതിന്റെ ഇടയിൽ ഞങ്ങൾ നടന്ന മുഴുവൻ സംഭാഷണങ്ങളും ഞങ്ങളിപ്പോൾ മാധ്യമങ്ങളുടെ അടുത്ത് പങ്കുവെക്കുന്നത് ശരിയാണോ? ഞങ്ങളൊരു ഒരു ഫാമിലി അല്ലേ, KSUവും അല്ലെങ്കിൽ കോൺഗ്രസും അല്ലെങ്കിൽ ഈ സർക്കാർ ഞങ്ങളുടെ കൂടി സർക്കാരല്ലേ. അപ്പം ഞങ്ങൾ അവിടെ നല്ല രീതിയിലേക്കുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോക്സ് ഉണ്ടായിട്ടുണ്ടാവും, ഡയലോഗുകൾ ഉണ്ടായിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അത് വരി വിടാതെ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് പറയുന്നത് ശരിയല്ല. ഒന്ന്. രണ്ട്, ഞാൻ സൂചിപ്പിച്ചു, കഴിഞ്ഞ ദിവസവും ഞാൻ വളരെ വ്യക്തതയോടുകൂടി മാധ്യമങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, പാർട്ടിയും കൂടി ഈ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ കുറെ മുഖമില്ലാത്ത പ്രൊഫൈലുകൾ അനാവശ്യമായിട്ട് കുറെ ക്യാപ്സ്യൂളുകൾ എഴുതി വിടുന്നു. അതൊന്നും കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളല്ല, കോൺഗ്രസ്സുകാരുടെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ല. അതിൽ അറിയാതെ കുറെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്. അവരൊന്നും ഞങ്ങൾ കുറ്റം പറയുന്നില്ല. പക്ഷേ മുഖമില്ലാത്ത കുറെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഇരുന്നു കൊണ്ട് KSUവും സർക്കാരും വലിയ രീതിയിലേക്കുള്ള പോരാട്ടം, KSUവും സർക്കാരും വലിയ രീതിയിലേക്കുള്ള യുദ്ധം തുറന്നിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങളൊന്നും പോകേണ്ട കാര്യമില്ല. ഇത് ഞങ്ങളുടെ കൂടി സർക്കാരാണ്, ഞങ്ങളുടെ കൂടി വിശ്വാസം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരാണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വരി കൂടുതലോ കുറവോ പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഞാൻ പറഞ്ഞത് വളരെ വ്യക്തതയോട് കൂടിയിട്ടാണ് പറഞ്ഞത്. കേരളത്തിന്റെ സർക്കാർ വളരെ അനുഭാവപൂർവ്വം വളരെ പോസിറ്റീവായി KSUക്കാർ പറഞ്ഞ മുഴുവൻ ആശങ്കകളും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേട്ടിട്ടുണ്ട്. അദ്ദേഹം അതിൽ KSUവിന്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ അതിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് ഇന്നതാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിലൊരു മറുപടി പറയുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല എന്നതുകൊണ്ട് മാത്രം. ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ സർക്കാരിനെയും ഞങ്ങളുടെ പാർട്ടിയെയും വിശ്വാസമുണ്ട്. എവരിത്തിങ് ഈസ് ഇൻ ദാറ്റ് ലൈൻസ്. ഓക്കെ.